ഹായ് ഓൾ, എഗെയിൻ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എഗ്ഗ് പെപ്പർ ഫ്രൈ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. എഗ്ഗ് പെപ്പർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് 5 മുട്ട പുഴുങ്ങി നടുമുറിച്ച് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇത് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു ചുവടുകട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. അത് ചൂടായി ഒരു നല്ല സ്മെല്ല് വരുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതേപോലെ കമഴ്ത്തി ഇട്ട് കൊടുക്കണം. കൂടെ ഉപ്പും കുറച്ചിട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം ഒരു സൈഡ് ഫ്രൈ ആക്കി എടുക്കണം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ അപ്പുറത്തെ സൈഡോ ഇതേപോലെ തന്നെ 2-3 മിനിറ്റ് നേരം ഫ്രൈ ആക്കി എടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മൾ ഫ്രൈ ആക്കണം. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു സൈഡ്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ട് ചൂടായി വരുമ്പോൾ 3/4 ടേബിൾ സ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെള്ളുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2.5 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ മൂടി വെച്ചായാലും വഴറ്റിയെടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് തുടരെ കുറച്ച് നേരം കണ്ടിന്യൂ ആയിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സവാളയുടെ കളറൊക്കെ മാറി വരും. ആ സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഗരം മസാലയും ഇട്ടുകൊടുത്ത് അതൊന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. സവാളയുടെ കൂടെ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നേരത്തെ ചൂടാക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു റോ സ്മെല്ല് ഉണ്ടായിരിക്കും. അതൊഴിവാക്കാനായിട്ട് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പുളിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, അതൊരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതാണ്. വലുതാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. ഇനി മൂടി വെച്ച് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഈ മസാലയിലോട്ട് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കാം. ഇനി ഗ്രേവി തിക്കായിട്ട് വരുമ്പോൾ കുറച്ച് മല്ലിയില ഇടയാം. ഒരു ചെറിയൊരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവിയോട് കൂടി വേണ്ടവർക്ക് ഇത് വറ്റി വരുന്നതിന് മുന്നേ തന്നെ മല്ലിയിലയും മുട്ടയും ഇട്ട് കൊടുത്ത് 1 മിനിറ്റോളം ഫ്ലെയിമിൽ തന്നെ വെച്ച് കറിയാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് പതുക്കെ മസാല മുട്ടയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 1 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എഗ്ഗ് പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thanks for watching.